പറുദീസ എന്ന് പറയുന്ന സോങ്ങിൻ്റെ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പൊസിഷനിൽ നിന്നാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7ാമത്തെ ഫ്രെറ്റാണ്. ഇങ്ങനെയാണ് ആ വരി വരുന്നത്. ഇതെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് വായിച്ചേക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് മെജോറിറ്റി പാർട്ടും ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റും 6th ഫ്രെറ്റും തമ്മിലാണ് ആദ്യമേ വരുന്നത്. 7th 6th 7 6 7 ആയിട്ട് വരും. ഇങ്ങനെ വരും. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7 6 7 ഫ്രെറ്റുകൾ നമ്മൾ വായിക്കണം. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇത് ബി ആണ്. ബി എ ഷാർപ്പും ബിയുമായിട്ട് വരും. ബി എ ഷാർപ്പ് ബി. തീരങ്ങൾ എന്നുള്ളത് പിന്നീട് നേരെ ഇവിടെ ബി എ ഷാർപ്പ് ബി കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 14th ഫ്രെറ്റിലേക്ക് കൊണ്ടുവരും. അതായത് എഫ് എന്ന് പറയുന്ന നോട്ടാണ്, എഫ് ഷാർപ്പാണ്. ആ തീരങ്ങളിലെ തീരങ്ങൾ വരുന്നത് ഇയും ഡി ഷാർപ്പുമാണ്. അപ്പം നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ബി എ ഷാർപ്പ് ബി, അതിനുശേഷം എഫ് ഷാർപ്പ് ഇ ഡി ഷാർപ്പ് വരും. തീരങ്ങൾ അണയുന്നു എന്നുള്ളത് ഈ നോട്ടുകൾ വരും. അതായത് സി ഷാർപ്പ് ബി എ ഷാർപ്പ് സി ഷാർപ്പ് 3 നോട്ടുകളാണ്. സി ഷാർപ്പ് ബി എ ഷാർപ്പ് വരും. അപ്പോൾ സി ഷാർപ്പിൽ തുടങ്ങി തിരിച്ച് സി ഷാർപ്പിൽ തന്നെ കൊണ്ടു നിർത്തുകയാണ് ഈ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ വായിക്കുമ്പം അണയുന്നു എന്നുള്ളതാണ് സി ഷാർപ്പ് ബി എ ഷാർപ്പ് സി ഷാർപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ബി എ ഷാർപ്പ് ബി, അതിനുശേഷം ഈ നോട്ടായ എഫ് ഷാർപ്പ്, ഇവിടെ 12ാമത്തെ ഫ്രെറ്റായ ഇ, പിന്നീട് ഡി ഷാർപ്പ്. തീരങ്ങൾ അണയുന്നു എന്നുള്ളതാണ് സി ഷാർപ്പ് ബി എ ഷാർപ്പ് സി ഷാർപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത്ര ഒരുമിച്ച് വായിക്കുമ്പോൾ അതിനുശേഷം കാണാത്ത ലോകം എന്നാണ്. കാണാത്ത ലോകങ്ങൾ അണയുന്നു. അത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 4th ഫ്രെറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ജി ഷാർപ്പാണ് ഇവിടെ വരുന്നത്. ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ബി വരും. കാണാത്ത ജി ഷാർപ്പ് ജി ഷാർപ്പ് എ ഷാർപ്പ് ബി വരും. കാണാത്ത എന്നുള്ളതാണ് ജി ഷാർപ്പ് 4th ഫ്രെറ്റ് 6th ഫ്രെറ്റ് 7th ഫ്രെറ്റുകൾ വരും. ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ബി. കാണാത്ത ലോകങ്ങൾ. ആ ലോകം എന്നുള്ളത് നേരെ റിവേഴ്സിൽ വായിക്കും. അതായത് ഈ നോട്ട് എന്ന് പറയുന്നത് എ ഷാർപ്പ്, പിന്നീട് ഈ നോട്ട് എഫ് ഷാർപ്പ് ജി ഷാർപ്പ്, പിന്നീട് ജി. കാണാത്ത ലോകങ്ങൾ അണയുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് വായിക്കുന്നത്. എഫ് ഷാർപ്പ് ജി 2 തവണ ജിയിൽ വായിക്കും. ജി ജി എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ്, ജി ജി എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് വരും. അപ്പം കാണാത്ത ലോകങ്ങൾ അണയുന്നു ഇങ്ങനെ വരും. കാണാത്ത ലോകങ്ങൾ എന്ന് പറയുന്നത് ജി ഷാർപ്പ് എഫ് ഷാർപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി അണയുന്നു എന്നുള്ളത് എഫ് ഷാർപ്പ് ജി ഷാർപ്പ് ജി വരും. അതിനുശേഷം കണ്ടില്ലേ ജി എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് വരും. ഇത്രയും ഒരുമിച്ച് വായിക്കുമ്പം
ഇതേപോലെ വീണ്ടും നമ്മൾ വായിക്കും, പക്ഷേ മൊത്തം വരുന്നില്ല, കുറച്ച് പാർട്ടൂടെ വരും. പിന്നെ ഇതാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരത്തെ പാർട്ടിലേക്ക് പോകത്തില്ല, പകരം ഇങ്ങനെ വരും. വരികൾ ഞാൻ ഓർക്കുന്നില്ല, ലിറിക്സായിട്ട് കറക്റ്റ് പറയാൻ ഞാൻ എന്തായാലും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവും. ഇങ്ങനെയാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ആ നോട്ട് എന്ന് പറയുന്നത് 7th ഫ്രെറ്റ്, 7th 8th 9th ഫ്രെറ്റുകളാണ് വരുന്നത്. നോട്ടായിട്ട് പറയാനാണെങ്കിൽ എ ഷാർപ്പ്, ബി, സി ഷാർപ്പ് വരും. പിന്നെ നേരെ ഇവിടെ എഫ് ഷാർപ്പ്, ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വരി എന്ന് പറയുന്നത് ഇവിടെ ആരാരും എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 11th ഫ്രെറ്റ്, അത് കഴിഞ്ഞ് നേരെ 16th ഫ്രെറ്റിലേക്ക്. നോട്ട് പറയുകയാണെങ്കിൽ ഡി ഷാർപ്പ്, ജി ഷാർപ്പ്, ഇവിടെ ഇവിടെ എന്നുള്ളത് മൊത്തം ഈ ഡി ഷാർപ്പില്ല. ഇവിടെ ആരാരും എന്നുള്ളതാണ് ഈ ജി ഷാർപ്പ്, പിന്നീട് ഡി ഷാർപ്പ്, സി ഷാർപ്പ് വരും. ആരാരും കണ്ടില്ലേ? 11th ഫ്രെറ്റ്, 16th ഫ്രെറ്റ്, 11th ഫ്രെറ്റ്, 9th ഫ്രെറ്റ്, ഇത്രയാണ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ വരുന്നത്. ഇതെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർ വായിക്കുന്ന ഇതായിട്ടാണ്. പറയുകില്ല, ആ പറയുകില്ല എന്നുള്ളത് അത് ഈ ഒറ്റ സ്ട്രിങ്ങിൽ തന്നെ വായിക്കാനാണെങ്കിൽ ഈ നോട്ടുകൾ വരും. ബി, എ ഷാർപ്പ്, ജി ഷാർപ്പ്, ഡി ഷാർപ്പ് വരും. ബി, എ ഷാർപ്പ്, ജി ഷാർപ്പ്, ഡി ഷാർപ്പ്. അതിലെ ജി ഷാർപ്പ് നിങ്ങൾക്ക് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഈ ഫ്രെറ്റ് വേണേൽ വായിക്കാം. സെക്കൻഡ് സ്ട്രിങ്ങിലെ 9th ഫ്രെറ്റ് എന്ന് പറയുന്നത് ജി ഷാർപ്പാണ്. പറയുകില്ല, അത് നിർത്തുന്നത് സി ഷാർപ്പിലാണ്. അപ്പം നോട്ടായിട്ട് പറയാനാണെങ്കിൽ ബി, എ ഷാർപ്പ്, ജി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ് വരും. കരയുകില്ല, അതാണ് ആ വരി. കരയുകില്ല എന്നുള്ളത് ബി, എ ഷാർപ്പ്, ജി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ് വരും. ഓക്കെ, അത് വീണ്ടും വായിക്കും, 2 തവണയുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് കറക്റ്റ് വരിയായിട്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇങ്ങനെ വരും. ആ നോട്ടായിട്ട് എടുത്ത് പറയാനാണെങ്കിൽ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ വരും ഫസ്റ്റ് സ്ട്രിങ്ങിലെ. സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ. അത് കഴിഞ്ഞ് നേരെ 16th ഫ്രെറ്റായ ജി ഷാർപ്പിലേക്ക് പോകും. അങ്ങനെ വരും. അതായത് സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, അതിനുശേഷം ജി ഷാർപ്പ്, എഫ്, എഫ് ഷാർപ്പ്. ഓക്കെ, സോറി, ജി ഷാർപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഇത് എ ഷാർപ്പാണ്. എ ഷാർപ്പ്, ബി വരും. ഇല്ല, ആ ഇല്ല എന്നുള്ളത് ഈ 2 നോട്ടുകളാണ്, ഡി ഷാർപ്പും സി ഷാർപ്പും. അപ്പം ഈ വരികൾ എന്ന് പറയുന്നത്, അതിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, അതിനുശേഷം നേരെ ജി ഷാർപ്പ്,
എ ഷാർപ്പ് ബി. ആ എ ഷാർപ്പും ബിയുമാണ് ഇവിടെ 18th 19th ഫ്രെട്ട്. അതിനുശേഷം തിരിച്ച് റിവേഴ്സായിട്ട് ഈ എ ഷാർപ്പും ജി ഷാർപ്പും വായിക്കും. അതിനുശേഷം ലിറിക്സ് വരുന്ന ഇല്ല എന്ന ബാക്ക്ഗ്രൗണ്ടിൽ വായിക്കുന്നതാണ്. അത് നമ്മൾ ഈ 11th 9th ഫ്രെട്ടിലെ നോട്ടുകളായ ഡി ഷാർപ്പും സി ഷാർപ്പും വായിക്കും. സോറി, തിരിച്ച് വായിക്കുമ്പോൾ ഈ ഒരു നോട്ടൂടെ വരും. അതായത് ജി ഷാർപ്പ് എ ഷാർപ്പ് ബി, അതിനുശേഷം എഫ് ഷാർപ്പ് ജി ഷാർപ്പ് എഫ് ഷാർപ്പ് വരും. അതിനുശേഷമാണ് കണ്ടില്ലേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് നിർത്തുകയാണ് ആ വഴി. ആ നോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ തന്നെ എ ഷാർപ്പ് ബി സി ഷാർപ്പ് ഡി ഷാർപ്പ് ഇ ഡി ഷാർപ്പ്. ഡി ഷാർപ്പിലാണ് നിർത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറുദീസ എന്ന് പറയുകയാണ്. അത് ഈ നോട്ടുകളാണ് സി ഷാർപ്പും ഡി ഷാർപ്പും. കറക്റ്റ് ഓർഡർ ഡി ഷാർപ്പ് സി ഷാർപ്പാണ്. പറുദീസ. ആ ഡി ഷാർപ്പിൽ 2 സ്ട്രൈക്ക്, സോറി 3 സ്ട്രൈക്ക് വരും. പറുദീസ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും പിന്നെ വീണ്ടും അത് തന്നെ ചെയ്യുകയാണ്. ഒരുമിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത്രയാണ് ഇതിൻ്റെ നോട്ടുകൾ. ഏകദേശം റഫായിട്ടുള്ള എടുത്തതാണ്. നിങ്ങൾക്കിത് കണ്ട് ലേൺ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു ഓൾ.